പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ട്രിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ട്രിക്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, വളരെ വ്യത്യസ്തമായ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഗിരീഷ് 25,000 രൂപ 8% അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക എന്ത്? ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കൂട്ടുപലിശ കാണാനാണ്. കൂട്ടുപലിശ കാണാനുള്ള ഇക്വേഷൻസ്, ഞാൻ ഇവിടെ ഇക്വേഷൻസ് അല്ല യൂസ് ചെയ്യുന്നത്, എനിക്ക് ഇക്വേഷൻസ് അറിയില്ല. അപ്പോൾ ഞാൻ വേറെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ ചെയ്യുന്നത്, കൂട്ടുപലിശ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 വർഷത്തേക്കാണെങ്കിൽ കാണാനുള്ള ഇക്വേഷനാണ് A+B + AB / 100. ഇതാണ് 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ കാണാനുള്ള ഇക്വേഷൻസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമുക്ക് അർദ്ധവാർഷികമായി കൂട്ടുപലിശ, അർദ്ധവാർഷികമായിട്ടാണ് കൂട്ടുപലിശ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, A എന്ന് പറയുന്നത് ആദ്യത്തെ വർഷത്തെയാണ്, B എന്ന് പറഞ്ഞാൽ 2 വർഷം. അപ്പോൾ 2 വർഷത്തിൻ്റെ ഇക്വേഷൻ ആകുമ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ A എടുക്കേണ്ടത്, നമ്മൾ ഇവിടെ 8% പലിശ നിരക്ക് തന്നിട്ടുള്ളത്. അത് നമ്മൾ എടുക്കേണ്ടത് 4%. 4% പലിശ നിരക്ക്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 4 + 4 + 4 × 4 / 100. അപ്പോൾ 4 + 4 8 വരും. ഇവിടെ 4 8 + 4 × 4 16. 16 / 100 ആകുമ്പോൾ 0.16 വരും. ഇത് രണ്ടും കൂട്ടിയാൽ 8.16% ഒരു വർഷത്തിന് അയാൾക്ക് കിട്ടുന്ന പലിശ നിരക്ക്. അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശ നിരക്കാണ് 8.16%. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക എന്ത്? നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം പലിശ കാണാം. പലിശ = 25,000 × 8.16 / 100. ഇതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പലിശ. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 2 0 വെട്ടി നോക്കാം. ഈ 250 × 8.16 നമുക്ക് കിട്ടുന്ന ആൻസർ. ഈ ആൻസർ കിട്ടാൻ നമുക്ക് ചെയ്യാം, ഈ 250 × 10, അത് നമുക്ക് 2500 ആണ്. 10 250 × 2 500 - 500. അപ്പോൾ 2000 8% എന്ന് പറഞ്ഞാൽ 8 × 25,000ൻ്റെ 8% എന്ന് പറഞ്ഞാൽ അത് 2000. ഇനി 16 0.16 ആണ്. അപ്പോൾ നമ്മൾ 8ൻ്റെ കിട്ടി. 8ൻ്റെ എന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞാൽ 2000 ആണ്. അപ്പോൾ 16 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി 4000. ഇവിടെ നമുക്ക് 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കും. അപ്പോൾ 40 + 40. ഇപ്പോൾ 2040 രൂപയാണ് അദ്ദേഹത്തിന് പലിശയായി കിട്ടുന്നത്. എന്നാൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക എന്ത്? അപ്പോൾ നമ്മൾ ചെയ്യുക 225,000 അദ്ദേഹത്തിൻ്റെ മുതൽ + 2040. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 27,040. ഇതാണ് ആൻസർ. 27,040 അദ്ദേഹത്തിന് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുക എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഈ 0.16 കണ്ടിട്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ ആ പോയിന്റ് എടുത്തു കഴിഞ്ഞിട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ടോ ആ സംഖ്യ മാറ്റിയിട്ടാൽ മതി. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഇതുപോലെ നോക്കാം. വ്യത്യസ്ത നിറങ്ങളിലുള്ള 3 പാവാട, 4 ബ്ലൗസ്, അതുപോലെ 3 ധാവണി എന്നിവ ഒരു കടയിൽ നിന്ന് വാങ്ങി. ആകെ എത്ര തരത്തിൽ ഇവ അണിയാം? 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. 3 പാവാട,
ഇൻറ്റു 4 ബ്ലൗസ് ഇൻറ്റു 3 ധാവണി. ഇവയുടെ മൾട്ടിപ്ലിക്കേഷൻ എത്രയാണോ വരുന്നത് അതായിരിക്കും. അപ്പോൾ 3 ഇൻറ്റു 4 12 ഇൻറ്റു 3 36. 36 തരത്തിൽ ഇവ അണിയാം. ഈ 3 പാവാടയും 4 ബ്ലൗസും 3 ധാവണിയും വെച്ച് 36 തരത്തിൽ നമുക്ക് ഇവ അണിയാം. ഇതാണ് 36 അതിൻ്റെ ആൻസർ. അതുപോലെ കുറച്ച് ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഒരു ദമ്പതിക്ക് വിവാഹിതരായ 5 പുത്രന്മാരുണ്ട്. ഓരോ പുത്രനും 4 കുട്ടികൾ വീതമുണ്ട്. ആ കുടുംബത്തിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദമ്പതി എന്ന് പറഞ്ഞാൽ അവിടെ 2 ആളുകൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് പുത്രന്മാരാണ്. പുത്രന്മാരെന്ന് പറഞ്ഞാൽ 5 പുത്രന്മാരുണ്ട്. വിവാഹിതരായ 5 പുത്രന്മാർ. അപ്പോൾ 5 പുത്രന്മാരുടെ ഭാര്യയും കൂട്ടിയിട്ട് 5 ആളുണ്ടാവും. അപ്പോൾ മൊത്തം 10ആയി. ഇനി പറയുന്നത് ഓരോ പുത്രനും 4 കുട്ടികൾ വീതമുണ്ട്. അപ്പോൾ കുട്ടികൾ 4 വീതം. അപ്പോൾ 5 ആൾക്കും 4 വീതം എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 അപ്പോൾ 20ആയി. അപ്പോൾ ഇനി ടോട്ടൽ നമ്മൾ എത്ര ചെയ്യേണ്ടത്? അപ്പോൾ 2 പ്ലസ് 10 പ്ലസ് 20. അവിടെ അംഗങ്ങളുടെ എത്ര അംഗങ്ങളുണ്ട് വെച്ചാൽ 32 അംഗങ്ങളാണ് അവിടെയുള്ളത്. അപ്പോൾ ആ കുടുംബത്തിൽ ആകെ 32 അംഗങ്ങളുണ്ട്. വേറെ ക്വസ്റ്റ്യന്, 5 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങായിരുന്നു. 4 വർഷം കഴിഞ്ഞാൽ 3 മടങ്ങാവും. എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇത് 2 രീതിയിൽ ചെയ്യാം. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ എക്സ് വെച്ചിട്ടുള്ള രീതിയും, രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എടുത്ത് ചെയ്യുന്ന രീതി. അപ്പോൾ നമുക്ക് എക്സ് വെച്ചിട്ടുള്ളത് ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഞാൻ പറയുന്നത്, ഇക്വേഷൻ ഇതാണ്. n വർഷങ്ങൾക്ക് മുമ്പ് എയുടെ വയസ്സ് ബിയുടെ വയസ്സിൻ്റെ എക്സ് മടങ്ങായിരുന്നു. n2 വർഷങ്ങൾക്ക് ശേഷം y മടങ്ങാവും. എങ്കിൽ ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ ചെറിയൊരു ഇക്വേഷനാണ്. n1 x മൈനസ് 1 പ്ലസ് n2 y മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ. ഇത് ചെയ്യുക. n1 എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ എക്സ് എന്ന് പറയുന്നത് 5 മടങ്ങായി. -1 പ്ലസ് 4 ഇവിടെ ചെയ്യാം. 5 മൈനസ് 1 പ്ലസ് 4 3 മൈനസ് 1 ഡിവൈഡ് ബൈ 5 മൈനസ് 3 ചെയ്ത് കഴിയുമ്പോൾ 5 ഇൻറ്റു 4 ഇവിടെ, ഇത് 4, അതുപോലെ ഇത് 2. അത് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 4 പ്ലസ് 4 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 5 മൈനസ് 3 2. ഇത് കിട്ടുമ്പോൾ 20 പ്ലസ് 8 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് ആൻസർ 20 28ൻ്റെ ഡിവൈഡ് ബൈ 2 പറഞ്ഞാൽ 14 ആൻസർ. നമുക്ക് ഇതാണ് 14 ഇതിന് ആൻസർ. ഇപ്പോഴത്തെ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 14. ഇനി നമുക്ക് ഓപ്ഷൻ എടുത്തു ചെയ്ത് നോക്കാം. ഓപ്ഷൻ എടുക്കുമ്പോൾ മകൻ അച്ഛന് 10 എടുത്തു നോക്കാം. 10 ആകുമ്പോൾ ഇപ്പോഴത്തെ വയസ്സ് 10 ആണെങ്കിൽ 5 വർഷം മുമ്പ് മകൻ്റെ വയസ്സ് 5 ആണ്. അതുപോലെ അച്ഛൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 5 മടങ്ങായിരുന്നു. 5 ഇൻറ്റു 5 25. അച്ഛൻ്റെ വയസ്സ് 25. അതുപോലെ 4 വർഷം കഴിഞ്ഞാൽ ഇവിടെ 10 14 ആയാൽ ഇവിടെ ഓട്ടോമാറ്റിക് 5 25 ആ 5 മടങ്ങെന്ന് പറഞ്ഞ് പ്ലസ് 5 30 34 ആവും. പക്ഷേ വരേണ്ടത് ഇവിടെ 14ൻ്റെ 3 മടങ്ങാണ്. 14 28 30 42 വരേണ്ടത്. അപ്പോൾ ഈ 10 എന്ന് പറഞ്ഞ ഓപ്ഷന് അത് തെറ്റാണ്. അതുപോലെ 12 എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കാം. നമുക്ക് 14 എടുത്ത് നോക്കാം. 14 ആണെങ്കിൽ
14 വയസ്സെങ്കിൽ 5 വർഷം മുമ്പ് 9. അച്ഛൻ്റെ വയസ്സ് 9 × 5 45. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4 വർഷം കഴിഞ്ഞാൽ, അപ്പോൾ 14 + 4 18. ഇവിടെ 45 + 5 50 54. അപ്പോൾ വരേണ്ടത് ഇവിടെ വരുന്നത് പറഞ്ഞിട്ടുണ്ട് 3 മടങ്ങാവും. 4 വർഷങ്ങൾക്ക് ശേഷം ഈ 18 3 മടങ്ങായി. 18 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 54. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷന് ശരിയെന്ന് പറഞ്ഞാൽ 14. അപ്പോൾ ഓപ്ഷൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള. അവിടെ മറ്റേത് നമുക്ക് എക്സും വെച്ച് ചെയ്യാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ എടുത്ത് ചെയ്യുമായിരിക്കും ബെറ്റർ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന സംഖ്യാശ്രേണിയിൽ അടുത്ത സംഖ്യ ഏത്? ഒരു ശ്രേണിയാണ് 8, 5, -4, -31 എന്നൊരു ശ്രേണിയാണ്. ഇവിടെ നമുക്ക് 8, 5, -4, -31 ഇങ്ങനെ പോയിട്ട് അടുത്ത സംഖ്യ ഏത് വരുന്നത്? ഇതിൻ്റെ വ്യത്യാസം നോക്കാം. 8 - 5 അവിടെ 3 വരുന്നുണ്ട്. അതുപോലെ 5 - 4 5ൽ 5ഉം -4 അപ്പോൾ 9 വരുന്നുണ്ട്. ഇവിടെ വരുന്നത് 4 ഇവിടെ 31 ആണ്. 4ഉം -31 അപ്പോൾ ഇവിടെ മൊത്തം 25 27 വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശ്രദ്ധിച്ച് കാണാൻ കഴിയും. ഇവിടെ 3 സ്ക്വയർ 3 ക്യൂബ് 3 അടുത്ത് വരുന്നത് 3 3 എന്ന് പറയുമ്പോൾ 81. ഇപ്പം ആൻസർ 31 + 81 2 3 -112. അപ്പോൾ -112 ഇവിടുത്തെ ആൻസർ. ഇതുപോലെ എന്തെങ്കിലും ഒരു ബന്ധം കാണാം, ബന്ധം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ടൈം കുറേ വേസ്റ്റ് ആവും. വേറെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ വലിയ ഭിന്നം ഏത്? ഇത് എല്ലാ എക്സാമ്പിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഭിന്നസംഖ്യ തന്നിട്ട് ഏതാണ് വലുതെന്ന്. വലുത് കാണാൻ പല വഴിയുണ്ടെങ്കിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഞാൻ ഇവിടെ അതാ ചെയ്യുന്നത്. 20 + 20 / 21 × 7 / 8. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുക, പിന്നെ ഇങ്ങനെ. അപ്പോൾ 20 × 8 എന്ന് പറയുന്നത് 160. 7 × 21 147. അപ്പോൾ ഇതിലേതാ വലുത്? അത് ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്താണ് വലുത്. അപ്പോൾ വീണ്ടും 20 / 21 × 9. ഇപ്പോൾ അടുത്ത സംഖ്യയായിട്ട് നോക്കാം. വലുതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വലുത് എടുത്തിട്ട് വീണ്ടും ചെയ്യാം. ഇവിടെ വരുന്നത് 200. ഇവിടെ വരുന്നത് 21 9 189 വരുന്നത്. അപ്പോൾ അതിലും വലുത് ഇതാണ്. 20 / 21 × 21 / 22. ഇത് നോക്കാം നമുക്ക്. ഇത് ചെയ്യുമ്പോൾ 20 × 22 400 440 വരുന്നുണ്ട്. ഇനി 21 × 21 അപ്പോൾ 440 1 441 വരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 21 / 22. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് പരീക്ഷിക്കാം. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ബെറ്റർ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 4.68 × 4.68 + 5.32 × 9.36 + 5.32 × 5.32. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ കഴിയും. ഇതൊരു a² + 2ab + b² എന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ a + b² ആൾക്കാരും. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ എങ്ങനെ തന്നിട്ടുള്ളത് വെച്ചാൽ 4.68 × 4.68 ഇതാണ് a². ഇനി 2ab 2 × 4.
68 അതാണ് ഈ 9.36 പ്ലസ് 2AB ആണ്. അപ്പോൾ AB എന്ന് പറയുന്നത് 5.32. ഇനി ലാസ്റ്റ് വരുന്നത് B² ആണ്. അത് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 5.32 പ്ലസ് ഇൻറ്റു 5.32. അപ്പോൾ നമ്മൾ നമുക്കുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ A+B². അത് A എന്ന് പറയുന്നത് 4.68 B എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 5.32 ആണ്. അതിൻ്റെ സ്ക്വയർ അത് രണ്ട് കൂട്ടിയാൽ 4.68 5.32 കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും. 10² ആൻസർ എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകരുത്. ഈ രീതിയിലുള്ള ഏതെങ്കിലും സാധാരണയായി ചോദിക്കാറ് A² + 2AB + B² ചോദിക്കാറ്. വളരെ ഇടയ്ക്കുള്ള ചെറിയ ക്വസ്റ്റ്യൻ, വളരെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിലൊക്കെയാണ് മറ്റുള്ള സമവാക്യങ്ങൾ ചോദിക്കാറ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അടുത്തൊരു ക്വസ്റ്റ്യൻ x/y = 2:5 കൂടാതെ x/y 2250 ആയാൽ x ഒരു പോസിറ്റീവ് സംഖ്യ ആയാൽ x എത്ര? അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് x/y = 2/5 തന്നിട്ടുണ്ട്. ഈ ഒരു അനുപാതത്തിലായാൽ നമുക്ക് ഇത് പല രീതിയിൽ എഴുതാം. എന്നാലും നമുക്ക് ഇങ്ങനെ എഴുതാം x/2 = y/5. അപ്പോൾ നമുക്കിനി y എന്ന് പറഞ്ഞാൽ y = x 5x ഈ 2 ഇങ്ങോട്ട് വരും. അപ്പോൾ 2 5x/2 ആണ് y എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വേറെ തന്നിട്ടുണ്ട് x/y എന്ന് പറഞ്ഞാൽ x × y = 2250 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇക്വേഷനാക്കി നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് x, ഈ ഒരു y എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു 5x/2. 5x/2 = 2250. ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ തന്നത് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, തന്നത് മാത്രം ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ എക്സും x² ആവും. അപ്പോൾ 5x²/2 എന്ന് പറയുന്നതാണ് 2250 എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് എക്സും അതുപോലെ 5/2 2250 ആകും. അപ്പോൾ x² എന്ന് പറയുന്ന ഇവിടെ ഈ ഒരു s² = 2250 ഇങ്ങോട്ട് വരുമ്പോൾ അത് ഹരിക്കണമാവും. അതുപോലെ ഈ 2 ഹരിക്കണം എന്നുള്ളത് ഗുണനമാവും. അപ്പോൾ 2250 / 5 × 2. ഇപ്പോൾ 2250 നമുക്ക് 4500 / 5. അപ്പോൾ 45-ൽ 5 9 പ്രാവശ്യം 900. അപ്പോൾ x² = 900 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് √900 30. x എന്ന് പറയുന്നത് നമുക്ക് 30 കിട്ടി. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എക്സിൻ്റെ വിലയാണ് x എന്ന് പറയുന്നത് 30 ആണ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 5 കുറച്ചാൽ 6, 9, 10, 18 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏത്? 5 കുറച്ചാൽ 6, 9, 10, 18 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏത്? ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ അത് 999 ആണ് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 5 കൊണ്ട് 6 കൊണ്ട് 9 കൊണ്ട് 10 കൊണ്ട് 18 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് 5 കുറക്കും വേണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഏറ്റവും വലുതാണ് 999 ആണ്. അവിടെ വെക്കുക. ഇനി എന്ത് ചെയ്യുക? ഇവരുടെ 6, 9 ഇവിടെ 6, 9, 10, 18 ഇവരുടെ LCM കാണും. 6, 9, 10, 18ൻ്റെ LCM എന്ന് പറയുന്നത്
നമുക്ക് 3 കൊണ്ട് ചെയ്യാം. ഇവിടെ 2 വരും. 3 10 പോവില്ല. 18 6. ഇനി നമുക്ക് 2 കൊണ്ട് ചെയ്ത് നോക്കാം. 2 1, 3 പോവില്ല. 5 3. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്താൽ 1 1 5 1. ഇനി ഇത് തമ്മിൽ ഗുണിച്ച് നോക്കാം. 2 × 3 × 2 6, 6 × 3 18, 18 × 5 18 × 10 150, അതിൻ്റെ പകുതി 90. അപ്പോൾ ഇവിടെ LCM എന്ന് പറയുന്നത് 90 അപ്പോൾ ഈ 90 കൊണ്ട് ഗുണിക്കാൻ പറ്റിയ 900 ഏറ്റവും ലാസ്റ്റ് ഘടകം 90ൻ്റെ ഗുണിതങ്ങളിൽ 999 ഏറ്റവും അടുത്തേതാണ്. അപ്പോൾ നമുക്കറിയാം 900 10 × 90 900, പിന്നെ ഒരു 90 990. അപ്പോൾ 990 90ൻ്റെ ഗുണിതം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് 5 കുറച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 990 + 5 995. 995 6 9 10 18 എന്നിവ കൊണ്ട് 5 കുറച്ച ശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. അപ്പോൾ ഇതുപോലെ വേറെ നിങ്ങൾ ചോദിച്ചാൽ ഇതന്നെ ചെയ്യേണ്ടത് ഈ ഒരു മാതൃക തന്നെ ചെയ്ത് നോക്കാം. വേറെ ഏത് ക്വസ്റ്റ്യൻസ് വേറെ ഏത് 990 അപ്പോൾ അല്ലെങ്കിൽ 6 9 5 അങ്ങനെ ഏത് സംഖ്യ ചോദിച്ചാൽ. വേറെ ക്വസ്റ്റ്യൻ, ഒരു കച്ചവടക്കാരൻ 11 ഓറഞ്ച് 100 രൂപ നിരക്കിൽ വാങ്ങി 10 എണ്ണം 110 രൂപ നിരക്കിൽ വിറ്റാൽ ലാഭശതമാനം എത്ര? ഇവിടെ 11 ഓറഞ്ച് 100 രൂപക്ക് വാങ്ങി, അതുപോലെ 10 ഓറഞ്ച് 110 രൂപക്ക് വിറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് കാണാൻ ക്രോസ് ചെയ്യും. 11 × 110 മൈനസ് 10 × 100 ഡിവൈഡ് ബൈ 10 × 100 × 100 ശതമാനമാണ് കാണേണ്ടത്. അപ്പോൾ × 100. അപ്പോൾ 11 × 110 1210 മൈനസ് 1000 10 × 100 1000 ഡിവൈഡ് ബൈ 10 × 100 × 100. ഇത് വെട്ടാം, നമുക്ക് ഈ 100 വെട്ടാം. അപ്പോൾ 1210 ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞാൽ മൈനസ് 1000 എന്ന് പറഞ്ഞാൽ 210. 210 ഡിവൈഡ് ബൈ 10, ഈ 2 0 വെട്ടിപ്പോയി 21. അപ്പോൾ 21% അദ്ദേഹത്തിന് ലാഭം ഉണ്ടാകും. ഈ കച്ചവടത്തിൽ അദ്ദേഹത്തിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ 21%. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 5 തുല്യ സമചതുരങ്ങൾ ചേർത്ത് വെച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു. ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് 300 സെൻറ്റിമീറ്റർ ആയാൽ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ചതുരാണ്, വരച്ച് കറക്റ്റായിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. അഞ്ച് സമചതുരങ്ങൾ, അങ്ങനെ ഓരോ സമചതുരം ചേർത്ത് വലിയൊരു ചതുരാക്കി. ആ ചതുരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചുറ്റളവ് 300 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ എ ആണ്. 1 2 3 4 5 6 7 8 9 10 11 12. ഇവിടെ പറഞ്ഞിട്ട് 12A = 300 എന്നുണ്ട്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4A ആണ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ. 12A എന്ന് പറഞ്ഞാൽ 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു A ആണ് നമുക്കറിയാം. A = 300 ഡിവൈഡ് ബൈ 12 ചെയ്താൽ മതി. = 25 വരും. 25 ഒരു A. അപ്പോൾ നമുക്ക് വിസ്തീർണ്ണമാണ്, ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണ്ണം എന്ന് പറഞ്ഞാൽ A² ആണ്. അപ്പോൾ 25² 625. ഉത്തരം എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് വരിക. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ചതുരങ്ങൾ നമുക്ക് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. ആ ഒരു പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസാണ്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. രവിയുടെയും രാജുവിൻ്റെയും കയ്യിലുള്ള രൂപയുടെ അംശബന്ധം 2:5 ആണ്.
രാജുവിൻ്റെ കയ്യിൽ രവിയുടെ കയ്യിലുള്ളതിനേക്കാൾ 3000 രൂപ കൂടുതലുണ്ടെങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ എക്സോ വൈയോ വെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ 2:5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അംശബന്ധം 2:5 ആണ്. എന്നാൽ ഇത് രാജുവിൻ്റെ രവിയുടെ അംശബന്ധമാണ്, ഇത് രാജുവിൻ്റെ അംശബന്ധമാണ്. രാജുവിൻ്റെ കയ്യിൽ രവിയുടെ കയ്യിലുള്ളതിനേക്കാൾ രവിയുടെ കയ്യിൽ ഇപ്പോൾ 2 രൂപയുണ്ടെങ്കിൽ രവിയുടെ കയ്യിൽ 2 രൂപയുണ്ടെങ്കിൽ രാജുവിൻ്റെ കയ്യിൽ അത് +2. അത് ഇതിനെക്കാട്ടിലും 3000 രൂപ. അപ്പോൾ ഇവിടെ 2000 ആണുണ്ടെങ്കിൽ ഇതിൽ 3000 രൂപ കൂടുതൽ രാജുവിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ രാജുവിൻ്റെ കയ്യിൽ ഇവിടെ ഈ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇപ്പോൾ 2:5 എന്ന് പറയുന്നത് അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. ഈ 3 കൂടെ തന്നിട്ടുണ്ട് 3000 ആണെന്ന്. അപ്പോൾ 1 1000 ആണ്. ഇവിടെ ഒരു അംശബന്ധം എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ ഇവിടെ രാജുവിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? രാജുവിൻ്റെ കയ്യിൽ 5 ആണുള്ളത്. 5 5000. ഇത്രയുള്ളതിൻ്റെ ബേസ്. ഇതിൽ നമ്മൾ വ്യത്യാസം നോക്കുക. വ്യത്യാസം എമൗണ്ട് അവിടെ തന്നിട്ടുണ്ടാവും. അത് തമ്മിലുള്ള അത് എത്രയാണ് നോക്കുക. അതുകൊണ്ട് അരിച്ചിട്ട് പിന്നെ എത്രയാണ് രാജുവിൻ്റെ കയ്യിൽ അത് ചെയ്യും. വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. √20 പ്ലസ് √20 പ്ലസ് √22 പ്ലസ് √8 പ്ലസ് 1. നമ്മൾ ചെയ്യേണ്ടത് വലത്ത് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ √20 പ്ലസ് 22 പ്ലസ് 8 പ്ലസ് 1. അവിടെ 1ൻ്റെ റൂട്ട് 1 തന്നെയാണ്. അപ്പോൾ ഇത് 8 പ്ലസ് 1 ചെയ്യാം. 8 പ്ലസ് 1 അപ്പോൾ 9 വരും. 9ൻ്റെ റൂട്ട് നമുക്കറിയാം 3 ആണ്. അപ്പോൾ 22 പ്ലസ് 3 ചെയ്യാം. 22 പ്ലസ് 3 25 ആണ് നമുക്കറിയാം. 25ൻ്റെ റൂട്ട് 5 ആണെന്നറിയാം. അപ്പോൾ 5 ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 20 പ്ലസ് 5 25. 25ൻ്റെ റൂട്ട് നമുക്ക് വീണ്ടും 5 കിട്ടും. 5 കിട്ടിയതിന് ശേഷം വീണ്ടും ഈ 20 കൂട്ടുക. 20 പ്ലസ് 5 25. √25 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ ഇതിൻ്റെ ആൻസർ 5 ആണ്. വലതുവശത്ത് നിന്ന് തുടങ്ങിയാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും. എത്രയാണ് തുക ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും. അതിൻ്റെ ആൻസർ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ശരി. അപ്പോൾ വലതുവശത്ത് നിന്ന് നമ്മൾ എത്രയാണോ തുടങ്ങിയിട്ട് ഏത് സംഖ്യയാണോ അധികം വരാറ് റൂട്ട് ചെയ്യാവുന്ന സംഖ്യ തന്നെയാണ്. അപ്പോൾ ഇവിടെ 1 ആണ്. 1 തന്നെ വരിക. അപ്പോൾ 1 പ്ലസ് 8 9. 9ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. അതുപോലെ 3 പ്ലസ് 22 25. 25ൻ്റെ റൂട്ട് 5. വീണ്ടും 20 പ്ലസ് 5 25. വീണ്ടും 20 പ്ലസ് 5 25. അപ്പോൾ മൊത്തം ആൻസർ കിട്ടുന്നത് 25ൻ്റെ റൂട്ട് 5 ആണ്. വേറെ ക്വസ്റ്റ്യന് 1/x പ്ലസ് 1/2x പ്ലസ് 1/4x പ്ലസ് = 1 ആയ എക്സ് എത്ര? 1/x പ്ലസ് 1/2x പ്ലസ് 1/4x = 1. അപ്പോൾ എക്സിൻ്റെ റേറ്റ് എത്ര ചോദിച്ചുള്ളൂ? എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ നമ്മൾ ചെയ്യുക അതിൻ്റെ LCM കാണാം. ഇതിൽ LCM എന്ന് പറഞ്ഞാൽ 4 ആണ്. എക്സ് 2ൻ്റെയും 4ൻ്റെയും 4 LCM. അപ്പോൾ 4 ചെയ്യാം. അപ്പോൾ 1 × 4 4 വരും. പ്ലസ് 2 × 4 പോകാൻ 2 × 2 വരും 4. അതുപോലെ ഇവിടെ 1 × 4 1 /4x. ഇവിടെ മൊത്തം 4 2 6 6 7 7 /4x. x = 7/4. 7/4 ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യനിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് LCM കണ്ടിട്ട് ചെയ്താൽ മതി. വേറെ ക്വസ്റ്റ്യന് ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റ സംഖ്യകളുടെ തുക? ഒറ്റ സംഖ്യയുടെ തുക കാണാൻ നമുക്കറിയാം n² ആണ്. n² ആണ് ഒറ്റ സംഖ്യയുടെ സ്ക്വയർ. n എന്ന് പറയുന്നത് എത്ര സംഖ്യകളാണ്? ഒറ്റ സംഖ്യ 20 തന്നിട്ടുണ്ട്. അപ്പോൾ 20 ഒറ്റ സംഖ്യയുടെ തുക, ആദ്യത്തെ 20 ഒറ്റ സംഖ്യയുടെ തുക പറഞ്ഞാൽ 20² അത് 400 ആണ്.
ഇനി എത്ര തൊട്ടടുത്ത് 20 ഒറ്റ സംഖ്യ എടുക്കുക. അപ്പോൾ മൊത്തം നമുക്ക് 40 എടുക്കാം. 40 സ്ക്വയർ 1600. ഇനി നമുക്ക് തൊട്ടടുത്ത് 20 സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ ഇവിടെ 20 മുതൽ 40 വരെ. അപ്പോൾ 20 മൈനസ് 40. അപ്പോൾ 1600 മൈനസ് 400 ഈക്വൽ ടു 1200 വരുന്നത്. അതിനുശേഷം ഇവിടെ വ്യത്യാസം ചോദിച്ചിട്ടുള്ളത്, തൊട്ടടുത്ത് 20 സംഖ്യയുടെ തുക വ്യത്യാസം എത്ര കൂടുതലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 400 മൈനസ് 1200 മൈനസ് 400. ആദ്യത്തെ 20 ഒറ്റ സംഖ്യകൾ രണ്ടാമത്തെ ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് അത് 800 ആണ്. അപ്പോൾ 800 ആണ് ഇതിൻ്റെ ആൻസർ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. a raised to 4 into a raised to 8 divided by a raised to 12 is equal to എത്രയാണ്? നമുക്കറിയാം a raised to n into a raised to m is equal to a raised to n plus m. ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ a raised to 4 into a raised to 8 എന്ന് പറഞ്ഞത് a raised to 4 plus 8 divided by a raised to 12. അപ്പോൾ a raised to 12 divided by a raised to 12 is equal to 1. അപ്പോൾ ആൻസർ അതിൻ്റെ 1 ആണ്. കൃത്യങ്ക നിയമങ്ങൾ അറിയാത്തവർ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ഒരു പാർട്ടിയിൽ 10 പേർ പങ്കെടുത്തു. പാർട്ടിയുടെ തുടക്കത്തിൽ ഓരോരുത്തരും പരസ്പരം ഹസ്തദാനം ചെയ്തു എങ്കിൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ ഉണ്ടായി? ഹസ്തദാനത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹസ്തദാനം കാണാനാണ് n-1 ഡിവൈഡ് ബൈ 2. ഇതാണ് ഹസ്തദാനം കാണാനുള്ള ഇക്വേഷൻസ്. ഇവിടെ 10 n ആണ്. n-1 എന്ന് പറഞ്ഞാൽ 9 ആണ് ഡിവൈഡ് ബൈ 2. അപ്പോൾ 10 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 9 45. ആൻസർ 45 ഹസ്തദാനങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. വേറെ ക്വസ്റ്റ്യൻ. 2 സംഖ്യയുടെ തുക 99. അവയുടെ വ്യത്യാസം 49 ആയാൽ അതിലെ വലിയ സംഖ്യ ഏത്? 2 സംഖ്യകളുണ്ട്, 99 ആണ് തുക. a പ്ലസ് ബി ഈക്വൽ ടു 99 ആണ്. അവിടെ വ്യത്യാസം a മൈനസ് ബി ഈക്വൽ ടു 49. അതിലെ വലിയ സംഖ്യ ഇത്. ഇപ്പോൾ നമുക്കിവിടെ ചെയ്യുമ്പോൾ 99 മൈനസ് 49. 99 തുകയാണ്. അതിന് വ്യത്യാസം നമ്മൾ പോവുക 2 സംഖ്യ ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 49 99 50 50 25. ആ 25-ലൂടെ ഈ വ്യത്യാസം കൂട്ടിയാൽ മതി. 49 ചെയ്താൽ നമുക്ക് കിട്ടും. എത്രയാണ് കിട്ടുന്നത്? ആ തുകയാണ് വലിയ സംഖ്യ. അത് 74 ആണ് കിട്ടുന്നത്. ആ സംഖ്യയാണ് ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ 74. 99 മൈനസ് 49 ഡിവൈഡ് ബൈ 2 പ്ലസ് 49 ചെയ്താൽ നമുക്കതിൻ്റെ ആൻസർ ഉണ്ട്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 1/8 പ്ലസ് 2/7 ഈക്വൽ ടു എത്ര? 1/8 പ്ലസ് 2/7. ഇതിൻ്റെ ആൻസർ ചെയ്യാൻ 1 ഇൻറ്റു 7 2 ഇൻറ്റു 8 8 ഇൻറ്റു 7. അപ്പോൾ 1 ഇൻറ്റു 7 7 2 ഇൻറ്റു 8 16 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 56. അപ്പോൾ 23 ഡിവൈഡ് ബൈ 56. ഇതാണ് എൻ്റെ ഓപ്ഷനിൽ 23 56 ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ ശരി. 23 ഡിവൈഡ് ബൈ 56. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.